അപ്പൊ ബാബുട്ട വരെ ലേറ്റ് ആയപ്പോ ഈ വിഗ് അവിടെ ഇരിക്കണു, വെറുതെ എടുത്ത് തല വെച്ചതാ. ഫിക്സ് ഫിക്സ് അങ്ങനെ എനിക്ക് ഫിക്സ് ആയൊരു വിഗ് ആണ്. റാപ്പ് നീ കണ്ടിട്ടില്ല? തേർഡ് വേൾഡ് ബോയ്സ് കണ്ടിട്ട് റാപ്പ് പടം ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ മാത്രമല്ല റാപ്പ് ഉണ്ടത്. 2 ഡയലോഗുകളെന്നുണ്ടെങ്കിലും തിയേറ്ററിൽ ക്ലാപ്സ് ആണ്. ലാലേട്ടൻ്റെ പേര് പറയുന്നത്. ഓരോ സിനിമ കഴിയുമ്പോൾ മനഃപൂർവ്വം അല്ലാതെ തന്നെ ഒരു ബ്രേക്ക് വരാറുണ്ട്. മണക്കുഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയിൽ ഒന്നാണ് അങ്ങനെ പോയതാണ്. നമ്മൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന ബാലുവിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നില്ല അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് എല്ലാവരും അതിനൊരു എന്താ പറയുക, ഒരു അപ്രീസിയേഷൻ പരിപാടി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഇപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുന്ന സിനിമയിൽ നിന്നായിരിക്കും. യെസ് യു ക്യാൻ പറഞ്ഞ കണ്ണാടിയുടെ മുമ്പിൽ ഇപ്പോൾ പറയാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് നിന്ന് ലാൽ ജോസ് സാറിനെ പോലത്തെ ഒരു ഡയറക്ടർ നമ്മുടെ പറഞ്ഞപ്പോൾ കിട്ടിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് ഇനിയും സിനിമകൾ ഇനിയും ചെയ്യണം, ഇനിയും പല എന്തെങ്കിലും സംഭവം ചെയ്യണം എന്ന് ആഗ്രഹം വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നോക്കിക്കണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ സിനിമ സക്സസ്ഫുള്ളായി കഴിയുമ്പോൾ മുമ്പോട്ട് പോകാനുള്ളൊരു ഊർജ്ജം കൂടുതലാണ്, നമുക്ക് കോൺഫിഡൻസ് കൂടാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ പുതിയ സിനിമകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളും ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന ടാഗ് ലൈനുമായി പുഷ്പവിമാന സിനിമ റിലീസിനൊരുങ്ങുകയാണ്. സിനിമയുടെ വിശേഷങ്ങളുമായി ബാലു വർഗീസ്, സിജു വിൽസൺ. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ടാഗ് ലൈൻ ഒരു എന്താ പറയുക, ഇതിൻ്റെ ടീസർ റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു നേരം വൈബ് സിനിമ എന്ന് പറഞ്ഞാണ് വന്നിരുന്നത്. അങ്ങനെ ഒരു നേരം പോലെ ഒരു എന്താ പറയുക ഒരു ദിവസം പോകുന്നൊരു കഥയാണോ ഈ ചിത്രം? അല്ല, ഒരു ദിവസത്തിലെ കുറച്ച് സമയത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് മെയിൻ ഒരു ഇൻസിഡന്റ്. മെയിൻ പ്ലോട്ട് നമ്മുടെ ആ ഒരു ഏരിയ കിടക്കുന്നതാണ്. അപ്പൊ ഈ ടാഗ് ലൈൻ പറയുന്ന പോലെ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെ നമ്മുടെ സിനിമയിൽ ഒരു ടൈം ലൂപ്പ് അല്ലെങ്കിൽ ഒരു ആ സമയത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ 1 മിനിറ്റ് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ എന്തോരം വ്യത്യാസങ്ങളുണ്ടാകും. അതിപ്പോൾ ഒരു വലിയൊരു ആളൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണെങ്കിലും അയാളുടെ ലൈഫിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് കാണിക്കുന്നൊരു സിനിമയാണ്. സാധാരണ പല സിനിമകളിലും നമ്മൾ ഇതിനു മുമ്പ് എന്തായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് കേട്ടുള്ളൂ അതിനകത്ത്. പക്ഷേ അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പുതുമയും. ഇത് ഒരു ജർമ്മൻ ചിത്രമുണ്ട്, റൺ ലോല റൺ. ആ സിനിമയോട്ട് അല്ല, അതിൽ എല്ലാത്തിലും ഈ പറഞ്ഞ ഒരു പാറ്റേൺ പരിപാടിയുണ്ട്. പക്ഷേ ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, CPs ചില ഗ്രൂപ്പുകളൊക്കെ ഈ ടീസർ റിലീസിന് ശേഷം ഇതിനെക്കുറിച്ച് കമൻസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിനായിട്ട് ചോദിച്ചതാണ്. ഇപ്പോൾ ഏതൊരു നടൻ്റെ കൂടെയും മികച്ച റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന 2 ആക്ടേഴ്സാണ് നിങ്ങൾ രണ്ടുപേരും. സിജിയിലൊക്കെ വന്നാൽ നിവിനൊക്കെ എല്ലാവരും ഭയങ്കര രസമുള്ള റാപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിക്കുമ്പോഴുള്ള റാപ്പ് നമ്മളെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റാപ്പ് നീ കണ്ടിട്ടില്ല? തേർഡ് വേൾഡ് ബോയ്സ് കണ്ടിട്ട് റാപ്പ് പടം ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ മാത്രമല്ല റാപ്പ് ഉണ്ടത്. സൗബിനും ഷൈനും ബാസി എല്ലാവരും ഉണ്ടായിരുന്നു. അന്നോട്ട് ഉള്ള ബന്ധമാണ്, അന്നോട്ട് അറിയാം. 2013 തുടങ്ങിയുള്ള ബന്ധമാണ് ഇപ്പൊ എല്ലാവരും ആയിട്ടോ. ഇപ്പൊ സൗബി ആയാലും ഷൈനാണെങ്കിലും എല്ലാവരായിട്ടും ആ സൗഹൃദം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സിനിമയിൽ നമുക്ക് അങ്ങനത്തെ ഒരു വൈബ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സൗഹൃദമുണ്ട്. പക്ഷെ ഇതിപ്പോ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒരു സുഹൃത്ബന്ധം അങ്ങനെ രസമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോ സുജി ചെയ്യുന്ന അജയ് മഹേശ്വരി എന്നുള്ളൊരു ക്യാരക്ടറിന്റെ സുഹൃത്താണ് ഞാൻ. അപ്പോൾ ഈ അജയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിലകപ്പെടുന്നത് അതിനകത്ത്. പക്ഷെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ടാവല്ലോ കൂടെ. അപ്പൊ അങ്ങനത്തെ ഒരു സുഹൃത്താണ് ഞാനും. അപ്പൊ അങ്ങനത്തെ ഒരു റാപ്പ് പ്രതീക്ഷിക്കാം. പക്ഷെ ഒരിക്കലും ഇപ്പൊ കിങ് ലെയർ പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടി അല്ല അത്. ഇതിനകത്ത് സിനിമ അങ്ങനത്തെ ഒരു സിനിമയല്ല, വേറെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പൊ ഇതില് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കൂടെ ഉണ്ടാകുമോ വോയിസ്? അതെന്താ ഇപ്പോൾ ടീസറിലൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾ, അതിൻ്റെ മാത്രമല്ല മേക്കിംഗ് വീഡിയോസും വന്നിരുന്നു.
ഇതിലെ ഫൈറ്റിനെ കുറിച്ച് ഇപ്പോൾ ഇതിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റൺ സിൽവിസറുണ്ട്, പിന്നെ മാഫിയ സീസറൊക്കെ വരുന്നുണ്ട്. ഒരു ഫൈറ്റ് സീക്വൻസുകളെ കുറിച്ച് എന്താ ഇപ്പോൾ പറയാൻ പറ്റുക? ഇതിന് ഫൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയിൽ. അതിന് വേണ്ടിയിട്ട് പാർക്കോറും ഓട്ടം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട് ഓട്ടം സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെറിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ രീതിയിലുള്ളൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഫൈറ്റിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 മാസ്റ്റേഴ്സ് ഉണ്ട്. 3 മാസ്റ്റേഴ്സ് തന്നെ ഉണ്ട്. കലൈ മാസ്റ്റർ ഉണ്ട്, മാഫിയ ശശി ഉണ്ട്. അപ്പം 3 മാസ്റ്റേഴ്സ് ഉണ്ട്. പല രീതിയിലുള്ള പരിപാടികളാണ് ഫൈറ്റുകളും സംഭവങ്ങളൊക്കെ. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ്, ഒരു സിനിമ തന്നെ 3 മാസ്റ്റേഴ്സിന് ഇപ്പം ചെയ്യുമ്പോൾ ഉള്ളൊരു എന്താ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒരേ പടത്തിൽ? ഓരോ ഫൈറ്റ് സീക്വൻസ് അനുസരിച്ചിട്ടാണ് ഓരോ മാസ്റ്റേഴ്സിനെ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ഒരേ പാറ്റേണിലുള്ളൊരു ഫൈറ്റ് തന്നെ ആവാതെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തേക്കുന്ന കാര്യമാണത്. ഈ 19-ാം നൂറ്റാണ്ടിന് ശേഷം പിന്നീട് സിജുവിൻ്റെ വളരെ കുറച്ച് പടങ്ങളെ തിയേറ്ററിൽ വന്നിട്ടുള്ളൂ. ഒരു പിന്നീട് അങ്ങോട്ടൊരു ഹീറോ എന്ന രീതിയിലുള്ളൊരു 19-ാം നൂറ്റാണ്ടിന് മുമ്പും എൻ്റെ കുറച്ച് പടങ്ങളെ വന്നിട്ടുള്ളൂ. അല്ല വളരെ പിന്നെ സാറ്റർഡേ നൈറ്റ്സ്, പിന്നെ പഞ്ചവത്സര പദ്ധതി. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് സിനിമകളാണ് ചെയ്യുന്നത്, ചൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ കുറേ സിനിമ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാനായിട്ട് എനിക്കും അങ്ങനെ താല്പര്യമില്ല. കാരണം എനിക്കും അങ്ങനെ മടുക്കും. അപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോൾ മനഃപൂർവ്വം അല്ലാതെ തന്നെ ഒരു ബ്രേക്ക് വരാറുണ്ട്. നല്ല രീതിയിൽ ബ്രേക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ചെയ്യാൻ സാധിക്കാറ്. അപ്പോൾ അത് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നത്. കാരണം ഒരു സിനിമയിൽ നിന്ന് വിട്ടുപോകാനുള്ളൊരു ടൈമും കിട്ടും, അടുത്ത സിനിമയിലേക്ക് ഉണ്ടാകാനുള്ള ടൈം കിട്ടും. അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലും കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് നിന്ന് എന്താണ് ക്യാരക്ടറും എന്താണ് കഥയും ഓരോ സീൻ ബൈ സീൻ നമുക്ക് വ്യക്തമാവും കാര്യങ്ങൾ. അപ്പോൾ അത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചും കൂടി ചൂസ് ചെയ്യായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ സിനിമയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിനിമ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സിനിമ സക്സസ്ഫുള്ളായി കഴിയുമ്പോൾ മുമ്പോട്ട് പോകാനുള്ളൊരു ഊർജ്ജം കൂടുതലാണ്, നമുക്ക് കോൺഫിഡൻസ് കൂടാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ പുതിയ സിനിമകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളും ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ തിയേറ്ററിൽ കണ്ടത് വിജയിപ്പിച്ചാലേ കാര്യമുള്ളൂ. OTT-യിൽ വന്നു കഴിഞ്ഞിട്ട് നല്ലതായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്ററിൽ തന്നെ കണ്ട് വിജയിപ്പിക്കണം. ഈ സിനിമയെ എക്സൈറ്റ് ചെയ്ത ഒരു ഫാക്ടർ എന്തായിരിക്കും സിജു? അതിൻ്റെ പ്ലോട്ട് തന്നെയാണ്. പ്ലോട്ട് തന്നെയാണ്. ടൈം ലൂപ്പും എന്താ പറയുക, ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്, ഇതെല്ലാം മാറുമല്ലോ. ഇയാൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാഹചര്യം, അതുപോലെ ആൾക്കാർ, ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് മൊത്തത്തിൽ മാറും. അപ്പോൾ അതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ചേഞ്ചസ് വരുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കില്ല ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഓഡിയൻസിന് കിട്ടും എന്നുള്ളതാണ്. അതെനിക്ക് പേഴ്സണലി സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, നറേഷൻ കേട്ടപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ളൊരു ഫാക്ടർ ഉണ്ടായത്. ബാലുവിനെ സംബന്ധിച്ചുള്ള ഈ ഒരു പടത്തിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ പ്ലോട്ട്. ഇപ്പോൾ ഈ പിന്നെ കൂടാതെ ഈ ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഒരു സീക്വൻസ് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഒരു 3 തവണയൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും, അത് പല രീതിയിൽ. അപ്പോൾ അത് 1 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അത് റിയൽ ടൈമിലാണെങ്കിൽ എന്തായിരിക്കും, 1 മിനിറ്റിന് ശേഷമാണെങ്കിൽ എന്തായിരിക്കും. അപ്പോൾ അതൊരു രസകരമായിട്ട് പരിപാടിയായിരുന്നു, ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണ് ഉണ്ടാവുക, അതെങ്ങനെയാണെന്ന് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഭാഗമാണെന്ന് ഭയങ്കര താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. കാര്യം ഇത് 3 ഈ പറഞ്ഞ 1 മിനിറ്റ് മുമ്പും ശേഷം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയാണെങ്കിലും ഒരിക്കലും നമുക്ക് ഓരോ പരിപാടി തന്നെ അങ്ങനെ തന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ബോറടിക്കും. പക്ഷേ അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം ആ വ്യത്യാസം. പക്ഷെ വല്ലാണ്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ലൈനിൽ പോകേണ്ട ഒരു കളിയാണ് പരിപാടി. അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള പരിപാടിയാണ്. അത് നമ്മളുടെ അതിന് ക്രെഡിറ്റ് കൊടുക്കണം നമ്മുടെ ഡയറക്ടറിനും അവരെ മൊത്തം ടീമിനാണ്. ഡയറക്ഷൻ മാത്രമല്ല, ഇപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാവർക്കും എൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. മേക്കപ്പിനായാലും. കാര്യം ഇതിനും 1 മിനിറ്റ് മുമ്പ് ചിലപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ രീതി വേറെ ആയിരിക്കും,
എൻ്റെ ഇപ്പോൾ ഓടിക്കഴിഞ്ഞിട്ടുള്ള സ്വെറ്റിൻ്റെ പരിപാടി പറയായിരിക്കും, അല്ലെങ്കിൽ ഈ ചിലപ്പോൾ ഒരു ഇടികൊണ്ടുണ്ടാവുന്നത് കഴിഞ്ഞിട്ട്. അപ്പം എല്ലാം പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പല ഓർഡറിലായിരിക്കും. പക്ഷെ ഇതെല്ലാം കണ്ടിന്യൂറ്റി പ്രോപ്പർ നോക്കി. പിന്നെ നമ്മൾ ഇപ്പോൾ സ്ട്രീറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കണത്, ഒരു കൺഫൈൻഡ് എൻവയറമെൻറ്റിലല്ല ഷൂട്ട് ചെയ്തേക്കണത്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ വണ്ടികൾ പുറകെ പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഇത് അത് ഇത്തിരി കിളി പോണ കേസാണത്. പക്ഷെ അത് നമ്മൾ കുറച്ച് പബ്ലിക് സ്പേസിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഇപ്പോൾ രാമോജി പോയി ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ പരിപാടിയിലായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ സ്ട്രീറ്റിൽ ഇറങ്ങി ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷെ അത് ഇത്തിരി ഒരു ചലഞ്ചിങ് പ്രോസസ്സായിരുന്നു. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് അതൊരു പുതിയൊരു പരിപാടി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ത്രില്ലായിരുന്നു. എല്ലാവരും കട്ടയ്ക്ക് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തൊട്ട് അതിനകത്ത് വർക്ക് ചെയ്യണ എല്ലാ ചേട്ടന്മാർ വരെ, ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാർ വരെയും ഈ പറഞ്ഞ ട്രാഫിക് കൺട്രോൾ ചെയ്യാനും പരിപാടിയിൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഉല്ലാസ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഞങ്ങൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നവാഗതനായിട്ടൊരു സംവിധായകനാണ്. നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ടിട്ടുള്ളത്. എന്താണ് അദ്ദേഹത്തോട് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ പറയാൻ പറ്റുക? അല്ല, പറയാൻ ഇപ്പം ഇത് തന്നെയായിരുന്നു കാര്യം. ഒരു അസോസിയേറ്റ് ബുദ്ധിയുള്ള ഒരാൾക്ക്, ഒരു അസോസിയേറ്റ് തലയുള്ള ഒരാൾക്ക് ഇത്രയും പരിപാടികൾ, ഇത്രയും ഷോട്ടുകൾ വരും, ഇത്രയും കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതെല്ലാം ഒരു അസോസിയേറ്റ് തലയുള്ള ആൾക്കായിരിക്കും ഇത് ഏറ്റവും എളുപ്പത്തിൽ ഇത് സോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് കാര്യമായിട്ടുള്ള ആളാണ്. ഇപ്പം നിങ്ങൾ പറയുന്നതിന് ഇപ്പം ഉല്ലാസ് കൃഷ്ണൻ അധികം സാധാരണ ആൾക്കാർ ചില അറിയാത്ത ആളായിരിക്കും. പക്ഷെ സിനിമയിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 10 വർഷത്തെ ഒരുപാട് പേരുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഗുണം സിനിമയിലുണ്ട്. ഇനി നിങ്ങളുടെ ചില പഴയ സിനിമകളെ കുറിച്ച് ഞാൻ പറയാം. ആ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യം വരുന്നൊരു ഓർമ്മ ഒന്ന് പങ്കുവെക്കും രണ്ടുപേരുടെ. അപ്പോൾ ആദ്യം നമുക്ക് സിജുവിലേക്ക് പോയാൽ, സിജുവിൻ്റെ ഫസ്റ്റ് മൂവി മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഓർമ്മ എന്തായിരിക്കും? എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ, ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത മൊമെൻ്റ് ആയിരിക്കും എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. പിന്നെ മലർവാടി എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഓഡീഷനും കൂടിയായിരുന്നു. അപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിൽ നിന്നായിരിക്കും. കാരണം ഫസ്റ്റ് ഓഡീഷനിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്, അവിടെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരു 10-40 പേരുണ്ടായിരുന്നു ഓഡീഷന് ചെല്ലുമ്പോൾ. രണ്ട് പേരൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സ്പേസ് നമുക്ക് തന്നു. ഒരു കട്ടിൽ കിടക്കുന്നുണ്ട്, ഒരു ടേബിൾ, ഒരു ജനലൊക്കെ ഉള്ളൊരു സ്പേസ് എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്യാൻ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട്. എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ഓഡീഷൻ വന്നേക്കുന്ന അന്ന് അവിടെ വെച്ച് കണ്ട ആളെ പരിചയപ്പെടുന്നു, എന്നിട്ട് അയാളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു കോളേജ് ഹോസ്റ്റലിൻ്റെ പരിപാടി പോലെ ചെയ്തിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നു. അതിൽ നിന്നാണ് കുറേ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒരു 3 days ക്യാമ്പ് ഉണ്ടായിരുന്നു, 20-22 പേര്. ആ ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. വിനീത് തന്നെ നടത്തിയ ക്യാമ്പായിരുന്നു. അതിലും ഈ പറയുന്ന പോലെ 3-4 പേരായിട്ട് ഗ്രൂപ്പാക്കി അങ്ങനെ പെർഫോം ചെയ്യിക്കായിരുന്നു. അപ്പം നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്കിറ്റുകൾ എഴുതി അങ്ങനെ പെർഫോം ചെയ്യണം. നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് നമുക്ക് തന്നെ എഴുതാം. എന്നിട്ട് ആ ഡയലോഗ്സ് അതേപോലെ തന്നെ പറയണം. അപ്പോൾ ഒരു ബേസിക് നല്ലൊരു ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സിനിമയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സിനിമയിൽ നടക്കുന്നത്, നമ്മൾ തന്നേക്കുന്ന ഡയലോഗ് അതുപോലെ തന്നെ പറയണമെന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇംപ്രവൈസേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് പ്രേമത്തിലൊക്കെയാണ് അങ്ങനത്തെ ഇംപ്രവൈസേഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ മലർവാടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസ് സംഭവം തന്ന സിനിമയാണ് മലർവാടി ആർട്സ്. അതിൽ ഒരു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. അതിന് ക്ലാപ്സും ഉണ്ട്. എൻ്റെ 2 ഡയലോഗുകളൊന്നുണ്ടെങ്കിലും തിയേറ്ററിൽ ക്ലാപ്സാണ്. ലാലേട്ടൻ്റെ പേരുകളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സീനിന് കിട്ടുന്ന അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്രസൻസിന് കിട്ടുന്ന ക്ലാപ്സായി. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. ബാലുവിൻ്റെ ഒരു ക്യാരക്ടർ ചാന്തുകൊട്ടിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആ ക്യാരക്ടർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ആ ഒരു ഫിലിമില്? പിന്നെ സിനിമകളില് അത് ഭയങ്കര പറഞ്ഞ പോലെ കുമാരൻ പറഞ്ഞ ക്യാരക്ടർ, എന്തോ കുമാരൻ കുമാരൻ എന്ന ക്യാരക്ടറായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ആ ക്യാരക്ടർ എന്നിലേക്ക് വന്നത്. അത്
ഇന്ദ്രയുടെ ചെറുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിറമൊന്നുമില്ലെങ്കിലും നുണക്കുഴി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയിൽ ഒന്നാണ് അങ്ങനെ പോയതാണ്. പക്ഷെ ലാൽ സാർ ഇവൻ നല്ല കുറുമ്പായിരുന്നു ചെറുപ്പത്തിൽ, അങ്ങനെ പിടിച്ചിട്ടല്ല പറ്റിയ സാധനം പറഞ്ഞിട്ട്. പക്ഷെ നല്ല പണിയായിരുന്നു കിട്ടിയത്. ഷൂട്ടിന് വന്ന് ആദ്യത്തെ ആദ്യത്തെ ദിവസം മറ്റേ പ്രാർത്ഥിച്ച അർത്തിങ്കപ്പള്ളിയുടെ മുമ്പിലുള്ള കടപ്പുറത്തെ ഷൂട്ട്. അപ്പോൾ പോണ വഴിക്ക് അർത്തിങ്കപ്പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ച്, ചെറിയ പയ്യനാണല്ലോ, 7ാം ക്ലാസ്സിൽ പഠിക്കണ്ടു. ഞാൻ ചെന്ന് ഇന്ന് അഭിനയിക്കാൻ വേണ്ടി ചെന്നേക്കണം. എൻ്റെ കോസ്റ്റ്യൂമൊക്കെ തന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ചെന്ന് കടപ്പുറത്തായിരിക്കണേ. ഇന്നത്തെ പോലെ ക്യാരവനോ പരിപാടിയോ ഒന്നുമില്ല. കടപ്പുറത്തിരുന്ന് ആദ്യത്തെ ദിവസം ഇരുന്ന് വൈകുന്നേരം വരുന്ന ഷൂട്ട് ഉണ്ടായില്ല, പിറ്റേ ദിവസം ഇരുന്ന് വൈകുന്നേരം വരുന്ന ഷൂട്ട് ഉണ്ടായില്ല, 3-ാമത്തെ ദിവസം ഇരുന്ന് എൻ്റെ മേത്ത് തൊലിയൊക്കെ പൊളിഞ്ഞു തുടങ്ങി. ശരിക്കും എന്നിട്ട് എൻ്റെ കയ്യിലെ തൊലിയൊക്കെ പൊളിഞ്ഞു തുടങ്ങി. ആദ്യത്തെ ദിവസം എക്സൈറ്റ്മെന്റും പേടിയും ഇതൊക്കെ ആയിരുന്നു. 2ാമത്തെ ദിവസം ഇപ്പോൾ എക്സൈറ്റ്മെന്റ് ഒക്കെ കുറഞ്ഞ് വെയിലിന്റെ ഒരു പ്രശ്നമായി. പക്ഷെ അവിടുത്തെ പിള്ളേരെല്ലാവരും ഭയങ്കര കമ്പനി ചെയ്യും. സെറ്റ് മൊത്തത്തിലൊന്ന് പരിചയം. ഇതെല്ലാം ഈ ദേഹത്തെ ഈ സൺസ്ട്രോക്ക് അടിച്ചെങ്കിലും ഈ ചൂട് അനുഭവപ്പെടണമെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇതിൻ്റെ കൂടെ വേറെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കാര്യം നമ്മളെ സെറ്റിലെ ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. ആ പ്രായത്തിൽ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ക്യാമറ മുമ്പ് ഇപ്പോൾ നിൽക്കുമ്പോൾ എന്താണ് പരിപാടി എന്നുള്ളൊരു സംഭവം വന്നു പോയിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ കാണിക്കുന്നല്ലാതെ നമ്മൾ തിണ്ണമെടുക്കത്തിന് കൂടുതലാണെങ്കിലും പുറത്തു പോയി ഇങ്ങനെ പരിപാടികൾ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ക്യാമറയുടെ മുമ്പിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെങ്ങനെ ചെയ്തിട്ട് പോയാൽ മതി അവസ്ഥ. അങ്ങനെയായിരുന്നു സംഭവം ചെയ്തത്. പക്ഷെ ചെയ്തപ്പോൾ തന്നെ പരിപാടി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലാലു സാറൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അപ്പം അതിൽ കിട്ടിയൊരു കോൺഫിഡൻസ് ആയിരുന്നു ശരിക്കും മൊത്തത്തിലേക്കുള്ള. ഇനിയും ശരിക്കും ഇതിനു മുമ്പും അത് ചെയ്യണതിന് മുമ്പും സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയി എത്തിപ്പെടണം എന്നായിരുന്നു പണ്ട് തുടങ്ങിയുള്ള ആഗ്രഹം. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, യെസ് യു ക്യാൻ പറഞ്ഞ കണ്ണാടിയുടെ മുമ്പിൽ പോയി പറയാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് നിന്ന് ലാൽജു സാറിനെ പോലത്തെ ഒരു ഡയറക്ടർ നമ്മുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കിട്ടിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് ഇനിയും സിനിമകൾ എനിക്ക് ചെയ്യണം, ഇനിയും എന്തെങ്കിലും സംഭവം ചെയ്യണം എന്ന് ആഗ്രഹം വന്നത്. ഇനി മറ്റൊരു ക്യാരക്ടർ ഹണിബി, അംബ്രോസ് പെരേര. അംബ്രോസിന്റെ ക്യാരക്ടറിനെ പറ്റി ബിഗ് ബ്രേക്ക് എനിക്ക് വലിയൊരു ബ്രേക്ക് വന്ന സിനിമയാണ് അംബ്രോസ് പെരേരയുടെ. ഒരു ഹെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ശരിക്കും നമ്മള് ഫോട്ടോഷൂട്ടില് ബാബുവേട്ടന് വേണ്ടി കൊണ്ടുവന്നൊരു വിഗായിരുന്നു. ബാബുരാജ് കൊണ്ടുവന്ന വിഗാണ്. അപ്പൊ ബാബുവേട്ടന്ന് വരാൻ വൈകി. അപ്പൊ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തേ, ഞാൻ രാവിലെ വന്നേക്കാണ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പോലെ വർക്ക് ചെയ്യണമായിരുന്നു ആ സിനിമയില്. അതിന്റെ എഴുത്തിലും എല്ലാത്തിലും ജീജന്റെ കൂടെ നമ്മള് കൂടിയിരുന്നു. എന്റെ കോളേജ് കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ ആയിരുന്നു ഞങ്ങള്. ജീജൻ അപ്പൊ അമേരിക്കയിൽ മറ്റേ ന്യൂയോർക്ക് ഫിലിം അക്കാദമി പഠിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ ഒരു പടം എഴുതാൻ വേണ്ടി പോണു. അപ്പൊ എഴുത്തിനന്ന് ഞാനും വന്നിരിക്കാതെ ഞാനും പോയിക്കണം. നമ്മൾ ഡിസ്കഷൻ പരിപാടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ഒരു അവസാന ഒരു ഘട്ടത്തിലാണ് ഈ ക്യാരക്ടർ നീ ചെയ്യുന്നവരോട് എന്നെ കൊണ്ട് നീ ചെയ്യിക്കണേ. അപ്പൊ അതിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ ആദ്യത്തെ ദിവസം ചെല്ലുകയാണ്. അപ്പൊ ബാബുട്ട വരെ ലേറ്റ് ആയപ്പോ ഈ വിഗ് അവിടെ ഇരിക്കണു. വെറുതെ എടുത്ത് തല വെച്ചതാ. ഫിക്സ് അങ്ങനെ എനിക്ക് ഫിക്സ് ആയൊരു വിഗാണ്. പക്ഷെ അത് ക്യാരക്ടർ പെട്ടെന്ന് ആളുകളൊക്കെ അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു പ്ലസ് ആയിരുന്നു. അറിയാണ്ടെടുത്ത് വെച്ച് സൗഭാഗ്യമായിരുന്നു. അതിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ലാസ്റ്റ് നമ്മൾ ചാകാൻ പോവാണെന്ന് ഉറപ്പിക്കുന്ന മൊമെന്റിൽ കണക്ക് സാറിനെ വിളിച്ചിട്ട്. ആ ഡയലോഗ് കയ്യിൽ നിന്നിട്ടതാണോ അതോ സ്ക്രിപ്റ്റഡ് ആയിരുന്നു? അല്ലല്ല, അത് എന്തായാലും സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തെറികളൊക്കെ കുറെ സിജുവിന്റെ ഒരു ഷോർട്ട് ഫിലിം കട്ടൻ കാപ്പി, അത് ഇപ്പൊ ഓർക്കുമ്പോ ഒരു ഷോർട്ട് ഫിലിം. കട്ടൻ കാപ്പിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു കട്ടൻ കാപ്പി. ഞാൻ നേരം എന്ന് പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിമായിരുന്നു. അതിനു മുമ്പ് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, ഫിലിം കരിയറിൽ. കാരണം നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നേരമായിരുന്നു ആദ്യമായിട്ടൊരു ക്യാരക്ടർ റോൾ ചെയ്തത്. എൻ്റെ ഒരു ലീഡ് രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയൊരു ഷോർട്ട് ഫിലിമായിരുന്നു കട്ടൻ കാപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ പാച്ചപ്പ്, ഈ പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു അത്. എന്താ പറയുക, അർജു ബെന്നാണ്
ഡയറക്ടർ. പുള്ളി എഡിറ്ററാണ്, മഹേഷേട്ടൻ്റെ കൂടെ എഡിറ്ററായിട്ട് നിൽക്കുന്ന ആളാണ്. പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ഒരുപാട് പേര് ഇപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ കട്ടൻ കാപ്പി എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഈ കട്ടൻ കാപ്പി കണ്ടിട്ടാണ് ഹാപ്പി വെഡ്ഡിങ്ങിലേക്ക് എൻ്റെ നായകനായിട്ട് ഒമർ കണ്ടിട്ട് ചൂസ് ചെയ്യുന്നത്, എന്നെ ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒമർ ലുലുവിൻ്റെ നായകന്മാരാണ്. അങ്ങനത്തെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് നേരം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ റീവൈൻഡ് ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് ഒരു നല്ലൊരു ലീഡ് പറഞ്ഞ പോലെ അത്യാവശ്യം ആളുകൾ ശ്രദ്ധിക്കുന്ന റോള്, അത്യാവശ്യം ഡയലോഗ്സ് ഒക്കെ ഉള്ള റോള്, ആ ഒരു ക്യാരക്ടർ ഓർക്കുമ്പോൾ ഇങ്ങനെ നേരം എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം ഞങ്ങളുടെ എല്ലാം നേരം മാറ്റിയൊരു സിനിമയായിരുന്നു. കാരണം ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം തന്നെ ഒരുപാട് നാളായിട്ട് സിനിമ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് നിവിൻ ഈ പറയുന്ന പോലെ മലർവാടി അതൊക്കെ തൊട്ട് പോപ്പുലറായി അല്ലെങ്കിൽ സിനിമയിൽ സജീവമായി തുടങ്ങിയ സമയത്ത് നമ്മളെപ്പോഴും സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒത്തുകൂടുകയും നിവിനും എല്ലാവരും ഒത്തുകൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അൽഫോൺസിന് ഇങ്ങനൊരു സിനിമ ചെയ്യാനായിട്ടൊരു അവസരം വരികയും പിന്നെ എല്ലാവരും സുഹൃത്തുക്കളെല്ലാവരും കൂടി ജോയിൻ ചെയ്യിച്ച് അങ്ങനെ ചെയ്യാം. ആ സമയത്ത് ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, അല്ലെങ്കിൽ ഒരു സിനിമ വരട്ടെ അപ്പോഴത്തേക്കും നോക്കാമെന്നുള്ള രീതിയില്ല. ആ സമയത്ത് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ് അഭിനയിക്കുന്നുണ്ട്, എല്ലാവരും പല രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അൽഫോൺസിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യിച്ചു. ഞങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് ആ സിനിമ, ഞാനതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറും കൂടിയാണ്. കാരണം മലർവാടി ആർട്സ് ക്ലബ്ബ്, ലാസ്റ്റ് ബെഞ്ച് ഈ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഷൂട്ടിൻ്റെ അന്ന് പോയി 2 ദിവസത്തേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുന്നല്ലാതെ ഒരു സിനിമ ഫുള്ളായിട്ട് സിനിമയിൽ നിൽക്കാനായിട്ട് സാധിച്ചില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരം എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിൻ്റെ A to Z പരിപാടിയിൽ ഞാനുണ്ടായിരുന്നു, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രോസസ്സും പരിപാടികളും കണ്ടിന്യൂറ്റി, ഞാനായിരുന്നു കണ്ടിന്യൂറ്റി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂറ്റി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയാണ് പുഷ്പവിമാനം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു, നല്ല കൺഫ്യൂഷൻ അടിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നേരത്തിലുള്ള എന്താ പറയുക അതൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നോക്കിക്കൊണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഒരു തിയററ്റിക്കലി നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന എക്സ്പീരിയൻസിനെക്കാട്ടും ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ പ്രാക്ടിക്കലി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നേരം എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്നിട്ടത് ത്രൂ ഔട്ട് എൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതെ, പിന്നെ ഈ പറഞ്ഞ അതൊരു ബൈലിംഗ്വലും കൂടെ ആയിരുന്നല്ലോ. ആ ബൈലിംഗ്വലും കൂടിയായിരുന്നു. അപ്പോൾ അതൊരു കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരിക്കും. അതെ, കാരണം ഇപ്പോൾ ഷമിച്ചേട്ടൻ അഭിനയിക്കുന്നു, അപ്പോൾ തന്നെ നമ്മുടെ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, തമിഴിൽ നമ്മുടെ ജോൺ വിജയ് അഭിനയിക്കുന്നു. അപ്പോൾ തന്നെ ചിലപ്പോൾ സെയിം ഡേ തന്നെ ഇവർ അവൈലബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ ആ സീൻ തന്നെ വേറൊരു ദിവസമായിരിക്കും അവർക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡേറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പക്ഷെ ഭയങ്കര ഈ എന്താ പറയുക ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഇതായിരുന്നു. കാരണം ചെന്നൈയിൽ ആ സമയത്ത് കത്രി വെയിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെയിലാണ്, കത്രി വെയിൽ എന്ന് അങ്ങനെ പറയുന്നത്, ഭയങ്കര വെയിലത്താണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നേരത്തിൽ അറിയാമല്ലോ കൂടുതലും ഔട്ട്സൈഡ് പുറത്ത് ഷൂട്ടാണ് കൂടുതലുള്ളത്. അത് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ക്യാരക്ടർ തമിഴിൽ ചെയ്തത് ശബരിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് സെറ്റിൽ ഫുൾ ടൈം. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും അവൈലബിൾ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ നോൺ ആർട്ടിസ്റ്റുകളൊക്കെ വരാനായിട്ട് ലേറ്റോ അല്ലെങ്കിൽ അവർക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ തന്നെ ഉടുപ്പിട്ടോ ഞങ്ങളുടെ സീൻസ് എടുക്കും. അപ്പോൾ തന്നെ അങ്ങനെ ഇതായിരുന്നു, ഭയങ്കര രസമായിരുന്നു ഫുള്ള്. ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം പോലെ അതിൽ ശബരിയാണ് നായകനായിട്ട് അഭിനയിച്ചത്. ആ ഷോർട്ട് ഫിലിമാണ് എലിയല്ല നേരം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സിനിമയായിട്ട് പിന്നീട് ഹണിബി. പിന്നീട് ഒരു ലീഡ് ക്യാരക്ടർ പ്രേമസൂത്രം എന്ന സിനിമ, അത് ആ സമയത്ത് അത്ര വിജയമാകാത്തൊരു സിനിമയാണ്. ആ ക്യാരക്ടറിനെ ഇപ്പം ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ ഓർക്കുമ്പോൾ ആ സിനിമ കുറച്ചുകൂടി വിജയം അർഹിച്ചിരുന്നു എന്ന് കരുതുന്നുണ്ട്. ഡെഫിനറ്റ്ലി അത് വളരെ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തൊരു സിനിമയാണ്. ഇപ്പോഴും വളരെ ഇഷ്ടമുള്ള സിനിമ തന്നെയാണ്. അത് ജോഷവനാണ് അത് എഴുതിയത്. ഉറുമ്പുകൾ ഇറങ്ങാറില്ല. പക്ഷെ വളരെ രസകരമായിട്ടുള്ളൊരു
വളരെ നല്ലൊരു റൈറ്ററാണ് ജിജു ഏട്ടൻ, നല്ല ഡയറക്ടറും കൂടിയാണ്. പക്ഷെ ഇയാളുടെ എഴുത്ത് ഭയങ്കര രസമുള്ള, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എഴുത്താണ്. നമ്മൾക്ക് ഭയങ്കര ക്യൂട്ട്നെസ്, ഭയങ്കര രസമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എഴുത്തിൻ്റെ ശൈലിയാണ്. അപ്പോൾ എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും ആ സിനിമയിൽ വിശ്വാസമുണ്ട്. ആ സമയത്ത് അങ്ങനെ നന്നായി പോയില്ല. ചിലപ്പോൾ എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര നന്നായിട്ട് വർക്കാകാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ തന്നെ പിന്നീട് റീലുകളിൽ ഭയങ്കര ഹിറ്റായ ഒരു സാധനമുണ്ട്, ബാലുവിന്റെ ക്യാരക്ടർ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സീൻ. എന്താ കഴിക്കാൻ ചാളവർത്താടാന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു സിനിമ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയ ജാനമേനിലെ മോനിച്ചൻ, ആ ക്യാരക്ടർ എത്രത്തോളം ബാലുവിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ്? അത് വളരെ പ്രിയപ്പെട്ട ക്യാരക്ടർ തന്നെയാണ്. കാര്യം ഇപ്പോൾ ഓപ്പറേഷൻ ജാവേ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വേറെ സിനിമ എന്നൊക്കെ പറഞ്ഞ നല്ല സിനിമക്ക് വേണ്ടി ഇങ്ങനെ സിനിമ ഹണ്ടിങ്, നല്ല സിനിമകൾ വരാൻ വേണ്ടിയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഭരണമേന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുന്നു, അല്ലാണ്ട് ഓടി നടക്കാനും പറ്റില്ല. പിന്നെ വേറൊരു വലിയ പണിയിട്ട് അതിൻ്റെ ഇടയിൽ കോവിഡും സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. നമ്മളെല്ലാവരും മറ്റേ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗവൺമെൻറ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഒരു ത്രെഡ് വെറുതെ ഇവരുടെ അടുത്ത് ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അവർ ഭയങ്കര ഇഷ്ടമായത് ചിയാസ് മീഡിയയുടെ ഗണേശാൻ്റെ അടുത്ത് ലക്ഷ്മി എടുത്തു. അപ്പോൾ അതൊന്ന് വർക്ക് ചെയ്യണം, വർക്ക് ചെയ്ത് 1.5 മാസത്തിൽ നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഞാൻ 1.5 മാസത്തിൽ മൊത്തം എടുത്ത് ഷൂട്ട് തുടങ്ങാനാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിട്ടും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കോവിഡ് അടിച്ചിരിക്കുന്നത്, നമ്മളെല്ലാവരും സ്റ്റക്കാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു രീതി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഈ സിനിമയുടെ ഡിസ്കഷന് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പ്, ഗഡു ഉണ്ടാവും, ചിതു ഉണ്ടാവും, അതിൻ്റെ സബ്നേഷൻ റൈറ്ററുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുറച്ച് സമയമാണ്. അപ്പോൾ എൻ്റെ വൈഫും ഇവരെല്ലാവരും സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലും, എന്നിട്ട് അതിൻ്റെ ഡിസ്കഷൻസ് നടക്കും. അപ്പോൾ അത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിന് മോനിച്ചൻ ചിലപ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു റീസണും അത് തന്നെയായിരുന്നു. കാര്യം എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പരിപാടികൾ കൃത്യമായിട്ട് നമുക്ക് അറിയായിരുന്നു. ആൻഡ് മോനിച്ചൻ്റെ ബാക്ക് സ്റ്റോറി ഞങ്ങൾ അത്രയും ഗംഭീരമായിട്ട് ഞാനും ചിതുവും കൂടി നമ്മൾ സംസാരിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സിനിമയിൽ അത്രയും കാണിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവരോടൊക്കെ പറഞ്ഞൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്താണ് അതിനെ സംഭവിച്ചേക്കുന്ന എല്ലാം മൊത്തം നമുക്കറിയാം. ഇയാൾ എന്താണ് ഇയാളുടെ പ്രശ്നം, ഇയാൾക്ക് ഭയങ്കര സ്നേഹമാണ് ഇവരുടെ അടുത്തല്ലായിരുന്നു. പക്ഷെ ഇയാൾക്ക് കിട്ടാത്തതിൻ്റെയും ഇയാളെ മാറ്റി നിർത്തിയതിൻ്റെയും അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനാണ് ഇയാളിപ്പോ എങ്ങനെ ആയി മൊത്തം പരിപാടി നമുക്ക് അറിയാമായിരുന്നു. അപ്പൊ പെങ്ങന്മാരുടെ അടുത്ത് ഇയാൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ ചേച്ചി ഇയാളെ വിട്ടിട്ട് പോയി കളഞ്ഞു. അപ്പോൾ അനിയത്തിനെ ഭയങ്കര കാര്യമായിട്ട് നോക്കിയാണ്. പക്ഷെ ഇയാളെ അവസാനം ഇയാളെ മൊത്തത്തിൽ മാറ്റി നിർത്തി. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഇതെല്ലാം കൂടി ഇയാൾ ആ നാട്ടിലിരുന്ന് ഒറ്റപ്പെടലിൻ്റെ പ്രശ്നം. ഇപ്പൊ ജോയിമോൻ്റെയും മോനിച്ചൻ്റെയും അവസ്ഥ ഒന്ന് തന്നെയാണ്, ഏകാന്തത തന്നെയാണ് ഇവരുടെ രണ്ടുപേരും പ്രശ്നം. പക്ഷെ ഇയാള് കള്ളു കുടിച്ച് ഇവരുടെ അടുത്തുള്ള ദേഷ്യം ഫ്രസ്ട്രേഷൻ അങ്ങനെ അപ്പൊ കുറെ അതിൻ്റെ ഒരുപാട് ലെയേഴ്സ് ഓഫ് ബാക്ക് സ്റ്റോറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിന് അത്രയും ലെയറും ഡെപ്തും അപ്പൊ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ നേരത്തെ ശരിക്കും ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തേക്കുന്ന പരിപാടി ജാനമനായിരിക്കാം. കാര്യം എനിക്ക് ആ ക്യാരക്ടറെ കുറിച്ച് അത്ര അറിയാമായിരുന്നു. ഇപ്പോൾ പല ക്യാരക്ടേഴ്സും ചിലപ്പോൾ നമുക്ക് ഇത്രയും ഇൻഡെപ്തിൽ ആലോചിക്കാനുള്ള അത്രയുമുള്ളൊരു സംഭവം ചിലപ്പോൾ അത്രയും ഡെപ്ത് ചിലപ്പോൾ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിന് ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും. പക്ഷെ ഈ ക്യാരക്ടറിന് അത്ര ഡെപ്ത് നമുക്ക് കൊടുത്തില്ലെങ്കിൽ, അത് നമുക്കെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ പല ഇമോഷൻസും ചിലപ്പോൾ അത് ഫീൽ ചെയ്യില്ല. അപ്പം അതിനുവേണ്ടി അത്രയും നമ്മൾ റിസർച്ച് അല്ല, അത് അത്രയും നമ്മൾ സംസാരിച്ചുണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര ഈസി ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയുന്തോറും നമുക്ക് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലക്റ്റ് ആവും നമ്മുടെ ഇതിൽ നിന്ന്. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ജാനമനിലെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന ബാലുവിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നില്ല അതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് എല്ലാവരും അതിനൊരു എന്താ പറയുക, ഒരു അപ്രീസിയേഷൻ പരിപാടി കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ചിത്രത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയിൽ കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിൽ ആ ഒരു ഇഷ്യൂസിനെ എങ്ങനെ നോക്കി? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ട്. ഒരു ഷോട്ട് എടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ഇതില്ല ലാഡർ മറന്നുപോയി പെട്ടെന്ന്.
കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴും ലാഡർ ഇരിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക് സ്പേസിലും കൂടിയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ ഹരിബറി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ പ്രൊഡക്ഷനിലെ ആർട്ടിലെയും എല്ലാവരൊക്കെ നിന്ന് കൺട്രോൾ ചെയ്ത് പബ്ലിക്കിനെ കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഷോട്ട് എടുത്ത സമയത്ത് ലാഡർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഒരു എന്താ പറയുക, ഒരു വെഡിങ്ങിൻ്റെ ഇതിൻ്റെ ഒരു ഡെക്കറേറ്റ് ആർച്ച് പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് മാറ്റണമായിരുന്നു, ഒരു ഷോട്ടിൽ ആ ലാഡർ മാറ്റണമായിരുന്നു, അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് സംഭവം എന്നിട്ട് പിന്നെ വീണ്ടും എടുത്തു പോകും. അല്ല, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പോലത്തെ പരിപാടികളായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു വീടിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഇത്രയുള്ള സ്പേസിലാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇത്രയും നമ്മുടെ ആൾക്കാർ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് എടുക്കണത് ഇത് ഇങ്ങനെ മാറ്റണം, അപ്പൊ അടുത്തതിനകത്ത് ഇത് എടുക്കുന്നു, ആ സെയിം ഫ്രെയിമിൽ തന്നെ നമുക്ക് മാറ്റി വെക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായി. ഇത് പക്ഷെ പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഇതിനകത്ത് ശരിക്കും ഒരു വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് പ്രശ്നം ഉണ്ടായ ഒരു അവസ്ഥ തന്നെ ഉണ്ട്. കാര്യം റൂട്ടിലെ ഷൂട്ട് ചെയ്ത് ഒരു വണ്ടി കൊണ്ടുപോയി ഒരു ചേട്ടൻ അവിടെ ഇട്ടിട്ട് പോയി, അടുത്ത ഷോട്ട് ആ ചേട്ടൻ വണ്ടി എടുത്തിട്ട് പോയി, പിന്നെ വണ്ടിയിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്, ആ വണ്ടി തന്നെ വേണം തന്നെ. അപ്പൊ എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി ആ വണ്ടി അന്വേഷിച്ചൊക്കെ പോയി എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ സിനിമയെ കുറിച്ച് പറയാൻ പറ്റുക? അതല്ല, നേരത്തെ പറഞ്ഞൊരു ശരിക്കും മലയാളത്തിലൊരു പുതിയ അറ്റംപ്റ്റ് ആണത്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമ്മൾ ഏറ്റവും അട്രാക്ട് ചെയ്ത ഈ ഒരു പുതുമയാണ്. അപ്പോൾ ആ ഒരു പുതുമ നമ്മൾക്ക് വായിച്ചപ്പോഴും അനുഭവപ്പെട്ടു, ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് അനുഭവപ്പെട്ടു. ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. ദിസ് സിനിമ ക്യാൻ ചേഞ്ച് മൈ ലൈഫ് എന്നൊക്കെ നിങ്ങളുടെ ഒരു യെസ്. അല്ല, തിയേറ്ററിൽ വന്ന് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ട്രൈ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഇനി ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഒരു ഫുൾ ഹൗസൊക്കെ ആയിട്ടിരുന്ന ആൾക്കാർ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ളൊരു റിവ്യൂ അല്ലെങ്കിൽ ഇത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ എന്താ പറയുക, വേർഡ് ഓഫ് മൗത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ആൾക്കാർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ദയവേദപ്പോൾ OTT വന്നിട്ട് കണ്ട് അഭിപ്രായം പറയാതെ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് അഭിപ്രായം പറയാം. അപ്പം എന്നാലേ നമുക്കും ഇതുപോലത്തെ തിയേറ്റർ വാച്ചിന് പറ്റിയിട്ടുള്ള ഇതുപോലത്തെ നല്ല സിനിമകൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു ഇതെല്ലാ സിനിമകളും ഓരോ ശ്രമങ്ങളാണ്. ഇത് നന്നായി വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും കാക്കയ്ക്ക് തൻ കുഞ്ഞ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന സിനിമകളാണുള്ളത്, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സിനിമകളാണ്. അപ്പം നമുക്കെപ്പോഴും എല്ലാ സിനിമകളും സ്പെഷ്യൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചോ, നിങ്ങൾ അത് ആസ്വദിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ചോദിച്ചാൽ, ഈ സിനിമയിൽ പോസ്റ്റേഴ്സിൽ എല്ലാവരും പേര് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് എ സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. സ്ട്രേഞ്ചർ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ആ സ്ട്രേഞ്ചർ ഞെട്ടിക്കും ആരായാലും. ആ ക്യാരക്ടർ അടിപൊളിയായിരിക്കും. നമുക്കൊരു പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പടത്തില്, കൂടുതലുള്ളതാണ്. ഒരു ക്യാമിയോ റോൾ തന്നെയാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആള് തന്നെയാണ് തീർച്ചയായിട്ടും. അത് ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ക്യാരക്ടറും കൂടിയാണ്. അതെ, ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ സ്ട്രേഞ്ചറിനെ കണ്ടിട്ട് നിങ്ങൾ പറയും അത് ക്യാമിയോ എത്രത്തോളം നന്നായി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സിനിമയ്ക്കും ഇനി വരുന്ന പ്രൊജക്ട്സിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു.